എനിക്ക് അടുത്ത ആഴ്ച കയറി പോകാനുള്ളതാണ്. അതിനു മുമ്പ് കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ തീരുമാനിക്കണം. എന്തോ തീരുമാനിക്കും? ജംഗ്ഷനിലെ കടയും അവിടെ ഉള്ള 5 സെന്റ് സ്ഥലവും നിന്റെ പേരല്ല അച്ഛൻ എഴുതുന്നത്. ആ കടയിൽ നിനക്ക് വരുമാനം ഉണ്ടല്ലോ. അപ്പൊ അച്ഛന് നീ തന്നെ നോക്കിയാൽ മതി. ഡേടേ, ഈ കുടുംബം ഇവിടെ നിനക്കല്ല അച്ഛൻ എഴുതുന്നത്, എനിക്ക് തന്നതേ. ഇതിന്റെ പകുതി പോലും കിട്ടൂല. അച്ഛൻ ഇവിടെ നിൽക്കട്ട്, നീ അച്ഛനെ നോക്ക്. ഇവിടെ നിർത്താനൊന്നും പറ്റൂല. ഞാൻ ഈ വീട് അടുത്ത ആഴ്ച വേറൊരാൾക്ക് വാടക കൊടുക്കാൻ നേരിട്ട്. പിന്നെ അവളെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അച്ഛനും അമ്മയുണ്ട്. ചിലപ്പോൾ അവർക്കത് ഇഷ്ടപ്പെടണമെന്നില്ല. എങ്കിൽ പിന്നെ അച്ഛനെ നമുക്ക് ഏതെങ്കിലും വൃദ്ധസദനത്തിൽ കൊണ്ടാക്കാം. നിർത്തിക്കടാ. നിനക്കൊക്കെ വയ്യെങ്കിലേ എന്റെ അണ്ണനെ ഞാൻ കൊണ്ടുപോയിക്കോളണം. നിന്നേക്ക് നിന്റെ അമ്മ ഇരട്ട പ്രസവിച്ച രാത്രിയില്ലേ, ആ രാത്രി ഇങ്ങനെ ഓടിയൊരു ഓട്ടമുണ്ട്. അതൊക്കെ കൊണ്ടോണ്ടായി ഇതൊക്കെ പറയാൻ വേണ്ടി തലപൊക്കി നീയാക്കി ഇവിടെ ഇരിക്കുന്നത്. നിന്റെ അമ്മ മരിച്ചതിന്റെ എന്തെങ്കിലും കുറവ് ഈ മനുഷ്യൻ നിങ്ങളെയൊക്കെ അറിയിച്ചിട്ടുണ്ടോ? ഉണ്ടടാ. രണ്ടാമതൊരു കല്യാണം കഴിക്കാൻ അന്ന് അണ്ണനെ എല്ലാവരും നിർബന്ധിച്ചതാണ്. വന്നു കയറുന്ന പെണ്ണെ നിന്നെയൊക്കെ രണ്ടെണ്ണനെ നോക്കുമോ ഇല്ലയോ എന്നുള്ള പേടി കൊണ്ടാണ് അങ്ങേര് ഇതിന് മുതിരാത്തത്. ഞങ്ങളുടെ കുഞ്ഞുനാളിലെ ഞങ്ങളുടെ അച്ഛനും അമ്മയും മരിച്ചതാണ്. അതിൻ്റെ ഒരു കുറവും വരുത്താതെ ഞങ്ങളെ പഠിപ്പിച്ചതും നോക്കിയതും എല്ലാം ഈ അണ്ണനാണ്. മക്കളെ, നിങ്ങളുടെ ജീവിത അവസാനം വരെ അച്ഛൻ നിങ്ങളോട് കാണില്ല. പക്ഷേ സഹോദര സ്നേഹം എന്താണെന്നുള്ളത് നിങ്ങൾ ഞങ്ങളെ കണ്ട് പഠിക്കും. അണ്ണ എടുക്കാനുള്ളതെല്ലാം എടുത്തോ, നമുക്കിറങ്ങാം.